ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും നന്ദുമോളും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോകാട്ടോ. ഇന്നിവിടെ വീടിൻ്റെ അടുത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ അഖണ്ഡനാമാണ്. അപ്പോൾ അതപ്പോൾ ഒരു 9 മണിക്കായി രാവിലെ. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി തൊഴണം, പിന്നെ അഖണ്ഡനാമം ഒന്ന് കുറച്ച് നേരം കാണണം, അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നന്ദുമോളെന്ന് എന്താ പറയുക, പാവാടയും ജമ്പറൊക്കെ ഇടിയിപ്പിച്ചതാട്ടോ. ഉണ്ടെങ്കിലും കൂടി ആളതൊന്നും ഇടൂല കേട്ടോ. ഏത് ടൈമും ജീൻസും ടോപ്പും അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു വസ്ത്രമാണ് കേട്ടോ അവൾക്ക്. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഇടൂല. അപ്പം ഞാനിന്ന് അതൊക്കെ നിർബന്ധിച്ച് ഇടിയിപ്പിച്ച് ആൾക്കത് ഇട്ടിട്ട് ഭയങ്കര അസ്വസ്ഥത. എനിക്ക് നടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. ഇതിട്ടിട്ട് നന്ദുട്ടിക്ക് നല്ല ഭംഗിയില്ലേ ഗൈസ് എന്ന അഭിപ്രായം പറയണേ. നന്ദുമോള് പറയാണ് എല്ലാവരും എന്നെ കളിയാക്കും എന്ന്. ചോക്ക് ഇതിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലും വലിപ്പം വെച്ച ഒരാൾ ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. കുറച്ച് കയറ്റൊക്കെ കയറി പോവാണ്ട് നല്ല കിതപ്പൊക്കെ വരുന്നുണ്ട്. അമ്പലത്തിൽ എത്താനായി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അഖണ്ഡനാമമൊക്കെ കാണാം. അപ്പോൾ അതാ രണ്ടാളും കയറ്റം കയറി വരിക കേട്ടോ. അത്യാവശ്യം കയറ്റുണ്ട് ഇവിടെ. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കൂട്ടുകാരെ. ഒരുപാട് ആൾക്കാർ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ നാടിൻ്റെ ഒരു ഉത്സവമാണിത്, അയ്യപ്പ ക്ഷേത്രത്തിലെ അഖണ്ഡനാമം. എത്താനായിട്ടോ, അമ്പലത്തിൽ ഏകദേശം എത്താനായി തുടങ്ങിയെന്ന്. ഇപ്പോഴേ അഖണ്ഡനാമമൊക്കെ കേട്ടു തുടങ്ങിയെന്ന് കേട്ടോ. കേൾക്കണ്ടോ ഗൈസ്? ഭയങ്കര ഒരു ഇതല്ലേ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് അതിനായിട്ട് തിരഞ്ഞെടുത്തൊരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ. ഇന്ന് ഒരുപാട് ചുറ്റലൊക്കെ ഉണ്ട്, പക്ഷെ അതിന് പോവാതെ ഞാൻ ഇതിനായിട്ട് വിചാരിച്ച്. പിന്നെ പോവാണ്ട്, അപ്പം അത് വിളിയൊക്കെ വന്നിട്ട് പോയാൽ മതി. എന്നാലും അഖണ്ഡനാമമാണ് ഏക എന്താ പറയുക ഒരു ആകാംക്ഷ കാണാനുള്ള. വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടെ നടക്കാണ്ട്. ഇവിടെയൊക്കെ റോഡുമിലൊക്കെ മഴ ചെയ്തിട്ട് നല്ല ചളിയൊക്കെയാണ്. അപ്പം സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ അവിടെ വീണ് നോക്കും. മൊത്തത്തിൽ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടോ ചായ കുടിക്കാൻ വേണ്ടി പോവാണേ. ഇഡ്ഡലിയും സാമ്പാറും പാൽ ചായയാണ് കേട്ടോ ഗൈസ്. നന്ദമോളും അമ്മയും ചായ കുടിക്കുക കേട്ടോ. ഞാനും ചായ കുടിക്കണം. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഇനി അഖണ്ഡനാമം കാണാൻ പോകാനായിട്ട്. നല്ല തിരക്കൊന്നും ഇല്ല ഇപ്പം. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ തിരക്കൊന്നും കാണില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് വരൂ കേട്ടോ. എനിക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് നായ്ക്കുട്ടിയൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, എന്നിട്ട് വേണം വീണ്ടും വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. തിരക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ ഗൈസ്? കണ്ടോ, ഇതൊക്കെ ഇനി ഉച്ചയ്ക്ക് അന്നദാനത്തിൻ്റെ സമയത്ത് ഫുള്ളായിട്ട് നിറയും. അത്രയേറെ ജനങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടാണ്. കണ്ടോ തിരക്കിലേശം शास्त्रे तुभ्यं नमो नमः. भूतनाथ सदानन्द सर्वभूतादयापर यक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. भूतनाथ सदानन्द सर्वभूतादयापर यक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. भूतनाथ सदानन्द सर्वभूतादयापर यक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. भूतनाथ सदानन्द सर्वभूतादयापर यक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. भूतनाथ सदानन्द सर्वभूतादयापर यक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. सदानन्द
സദാനന്ദ സർവഭൂതാദയ പര രക്ഷ രക്ഷമാവാവു ശാസ്ത്രേ സദാനന്ദ സർവഭൂതാദയ പര രക്ഷ രക്ഷമാവാവു ശാസ്ത്രേ ദുർഗം നമോ നമഃ അത് വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കാനാ. അമ്മ അറിയാം സെക്യൂരിറ്റി ഉണ്ടോ. ഞങ്ങൾ പോവാണ് ഗൈസ്, ഉച്ചയ്ക്ക് വരെ പോവാട്ടെ ഗൈസ്. വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നായ്ക്കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കണം. അതിന് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ട്. അത് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇനി പോയാൽ മതിയല്ലോ. പിന്നെ ചവിട്ട് കാണാൻ പോവണം. കുറേ നേരം അവിടെ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ വീട്ടിൽ അവരെ വിട്ടിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താ പറയുക, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും പോകും. അപ്പോൾ ഉച്ചത്തെ അന്നദാനത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കയറ്റൊക്കെ കയറി കുഴങ്ങി. അമ്മയും കുഴങ്ങി, ഞാനും കുഴങ്ങി. എനിക്ക് ശ്വാസം വിടാൻ വരെ വയ്യ. ഭയങ്കര കയറ്റാണ് ഇവിടെ കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് അന്നദാനത്തിൻ്റെ സ്ഥലത്തുനിന്ന് കാണാം കേട്ടോ. വീണ്ടും പോവാണ് കേട്ടോ കൂട്ടുകാരെ. അഖണ്ഡനാമം ജപമുള്ള സ്ഥലത്തേക്ക്. നന്ദുമോള് വേഷമൊക്കെ മാറ്റി. ഞാനും അമ്മയും വേഷമൊന്നും മാറ്റിയിട്ടില്ല. വീട്ടിൽ വന്ന് നായ്ക്കുട്ടികൾക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. ഇനി അത് അവിടെ പോയിട്ട് മോനെടുത്ത് കൊടുത്തോളും. ഞങ്ങളിനി നേരെ അവിടേക്ക് പോവാണ്. ഒരുപാട് വരിയുണ്ട് കേട്ടോ ഗൈസ്. ഈ വരിയൊക്കെ നമ്മളെ ഊട്ടുപുരയിലേക്കുള്ളതാണ്. അന്നദാനത്തിൻ്റെ പന്തലൊക്കെ അവിടെയാണ് കേട്ടോ. രാവിലെ കണ്ട സ്ഥലമാണ്. രാവിലെ ഈ വരിയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് അടിപൊളി വരിയാട്ടോ. 12:15 ഉള്ളൂ. അപ്പോഴേക്കും നല്ല വരിയാണ്. കുഴപ്പമില്ല. നമ്മളെ ഭക്ഷണത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. പോകാൻ വേറെ വഴിയില്ല. ചോറ് തിന്നലും വരലൊക്കെ ഒരേ വഴി കൂടിയാണ്. അതാണ് ഇത്ര തിരക്ക്. നന്ദുമോക്ക് പിന്നെ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ നിൽക്കാനുള്ള ക്ഷമയില്ല. ഇഷ്ടമല്ല ഇങ്ങനെ വന്ന് നിൽക്കണമെന്ന്. പക്ഷെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നതാട്ടോ. ഹലോ ഇപ്പോൾ വരടി. സ്നേഹിതന്മാരെ കൂടെ വരും. ഞങ്ങൾ ചോറിനാണ് പോവാണ്. അപ്പോൾ ചോറിൽ ഉപ്പേരി, അവിയൽ, പുളിങ്കറി, പച്ചടി, പായസം, സാമ്പാർ, പപ്പടം. ഇതാണ് കേട്ടോ ഇന്നത്തെ അന്നദാനത്തിൻ്റെ അടിപൊളി ഭക്ഷണം. പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി കേട്ടോ. രാവിലെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഉച്ചയായപ്പോഴേക്കും അന്നദാനത്തിന് ഒരുപാട് ആൾക്കാരൊക്കെ ആയി. കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. 12:30 ആയിട്ടപ്പോൾ. അപ്പോൾ അധികം തിരക്കായതാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം അഖണ്ഡനാമമൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്തായാലും വൈകുന്നേരം ഒന്നുകൂടെ വന്നിട്ട് അഖണ്ഡനാമമൊക്കെ കാണണം. രാത്രി കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ വീണ്ടും തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാരോടും ബൈ.